ഈ സാധനം നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു നമ്മളെ നാട്ടിലുണ്ടാവില്ല, ഒക്കെ വെറുതെ പറഞ്ഞിടക്കില്ലേ. ഇപ്പൊ എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിന് ഫസ്റ്റ് ആണ് പറ്റും. ഈ മുള്ളിലെ സാധനം തന്നെ ഷുഗറിലേക്കും കഴിക്കല്ലേ. അങ്ങനെ കഴിക്കലത്. ഞാൻ വീട്ടിന്റെ ഉള്ളമാര് ഒന്നും കഴിച്ചില്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഇതൊന്ന് പറിച്ചു കഴിക്കും. മതി വീട്ടിൽ കഴിച്ചാൽ മതി. പിന്നെ പ്രത്യേകത ഡൈജഷൻ നിങ്ങൾക്കറിയോ? ദഹനം, ഡൈജഷൻ ജില്ലയില്. ഗൾഫ് ജീവിതം ഞാൻ 35 years ആണ് ഗൾഫ് ഹോസ്പിറ്റലിൽ 14 വർഷം. സ്വന്തമായിട്ട് റെഡിമെയ്ഡ് ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ മാറ്റി വെച്ചാല് ജപ്പാൻകാരൊക്കെ സ്ട്രൈക്ക് ചെയ്യാനാണോ 8 മണിക്കൂർ പണിയാണെങ്കിൽ ഒരു സ്ട്രൈക്ക് പ്രത്യേകിച്ച് 12 മണിക്കൂർ പണി. ഒരു പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിൽ അധികം കൂട്ടിക്കാണ്ടി പ്രതിഷേധം അങ്ങനെ. വിലയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. നല്ലൊരു കൃഷിയൊക്കെ ഉള്ളത് അല്ലേ? നല്ല കൃഷിയല്ലേ? പിന്നെ കൃഷി എന്ന് പറഞ്ഞാൽ ആനന്ദാണ്. ലാഭം നഷ്ടം നോക്കരുത്, അതൊരു ആനന്ദം. അത് ഇങ്ങനത്തെ ഒരു പ്രായത്തിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു ആനന്ദം തന്നെ. ഇപ്പൊ പ്രായത്തിൽ നിങ്ങൾ നടക്കലും കാര്യങ്ങളൊക്കെ ഈ കൃഷിന്റെ ആനന്ദം കൊണ്ടാ. അല്ലെ ഇപ്പൊ അവിടെ കിടക്കും, അത്രയല്ലേ? അതറപ്പാ. ഇത് നല്ലൊരു ഇപ്പൊ ഏകദേശം വിളവൊക്കെ ആയില്ലേ? അങ്ങനെയാണല്ലേ. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് നോളജ് ഇല്ല. പക്ഷെ നമ്മളെ നാട്ടുകാരെല്ലാരും പറയാ ചില ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ വെറുതെ പറയല്ല. നമ്മള് എല്ലാം ഉണ്ടാവും. ഇപ്പൊ എല്ലാം ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു കവിന്റെ തന്നെ പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി എത്രയെ മനുഷ്യരെ പാരിയിൽ അയച്ച ദേശം. നമ്മളെല്ലാത്തിനും പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ കടന്നു തുടങ്ങിയിട്ട് ഉണ്ടാവില്ല, അത് ഉണ്ടാവില്ല പറഞ്ഞിട്ട് കാര്യല്ല. അത് കാര്യം. അപ്പൊ ഒന്നും കൂടെ എന്താ മൂന്നെണ്ണം ചെറുത് മേലെ ചോറ് കഴിച്ചോ? പഠിപ്പിക്കണേ മുഖരാള്. ഞാന് ചെക്കന്മാരോട് എന്നാള് എന്നൊന്നും പറഞ്ഞു. गाड़ी ले चढ़ रहे थे पता